ഈ ആഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2020 വാക്ക് പാൻഡമിക്. ഇക്കൊല്ലം ലോകം തിരഞ്ഞത് രോഗവിശേഷം. ഈ വർഷം ലോകം നിഘണ്ടുവിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് എന്തായിരിക്കും? മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ ഓൺലൈൻ പതിപ്പ് പ്രകാരം അത് പാൻഡമിക് എന്ന വാക്കാണ്. കോവിഡ് ഭീഷണി ലോകത്തെ പിടിച്ചുലച്ച സാഹചര്യത്തിൽ മഹാമാരി എന്നർത്ഥമുള്ള ഈ വാക്കിനെ പറ്റി കൂടുതലറിയാൻ ശ്രദ്ധിക്കുക സ്വാഭാവികം. കോവിഡിനെ മഹാമാരിയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച മാർച്ച് 11 മുതലാണ് ലോകം ഈ വാക്കിന് പിന്നാലെ കൂടിയത്. ലാറ്റിൻ, ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പാൻഡമിക് എന്ന വാക്ക് പ്ലേഗ് ബാധയ്ക്ക് ശേഷം 1660 മുതലാണ് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയത്. പാറകളും മണ്ണും ശേഖരിച്ചു തിരിച്ച് ഭൂമിയിലേക്ക് യാത്രയ്ക്കൊരുങ്ങി ചൈനീസ് ചാങ് 5. ചൈനയുടെ ഏറ്റവും പുതിയ ചാന്ദ്രപേടകം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് പാറകളും മണ്ണും ശേഖരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് സർക്കാർ അറിയിച്ചു. ചന്ദ്രനിലിറങ്ങുന്ന മൂന്നാമത്തെ ചൈനീസ് പേടകമാണ് ചാങ് 5. നേരത്തെ ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ ഡിസംബർ പകുതിയോടെ ചന്ദ്രനിലെ മണ്ണും പാറകളും ഭൂമിയിലെത്തിക്കുമെന്നാണ് ചൈനീസ് ബഹിരാകാശ ഏജൻസി പറയുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് ചൈന ചാങ് 5 പേടകം ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. ചന്ദ്രോപരിതലത്തിൽ ഖനനം പൂർത്തിയായതോടെ സാമ്പിളുകൾ ശേഖരിച്ച് പേടകം തിരിച്ച് ഓർബിറ്റിലേക്ക് തന്നെ ടേക്ക് ഓഫ് ചെയ്യും. 1970-കൾക്ക് ശേഷം ആദ്യമായാണ് ഒരു ചൈനീസ് ബഹിരാകാശ വാഹനം ചന്ദ്രനിൽ നിന്ന് ചാന്ദ്രപാറകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. ചാങ് 5 അതിന്റെ നിയുക്ത സെറ്റിലെ ജോലികൾ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ലാൻഡിങ്ങിന്റെ നിഴൽ കാണാനാകുന്ന ഇടം ഉൾപ്പെടെ ലാൻഡിംഗ് സെന്ററിന്റെ ചിത്രങ്ങൾ ചൈനീസ് ബഹിരാകാശ ഏജൻസി പുറത്തുവിട്ടിരുന്നു. ചന്ദ്രോപരിതലത്തിന്റെ കളർ ചിത്രങ്ങളും ചൈന പുറത്തുവിട്ടിരുന്നു. ചന്ദ്രനിൽ നിന്നും വസ്തുക്കൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്ന ചൈനയുടെ ആദ്യ ദൗത്യമാണിത്. ഏതാണ്ട് 2 കിലോഗ്രാം വസ്തുക്കളാണ് ദൗത്യത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് എത്തിക്കുക. ദൗത്യം വിജയിച്ചാൽ അമേരിക്കയും USSRനും ശേഷം ചന്ദ്രനിൽ നിന്നും വസ്തുക്കൾ ഭൂമിയിലെത്തിക്കുന്ന മൂന്നാമത്തെ രാജ്യമായി ചൈന മാറും. ചൈനീസ് ചാന്ദ്രദേവതയുടെ പേരാണ് ദൗത്യത്തിന് നൽകിയിരിക്കുന്നത്. ഈ വർഷം ലോകത്ത് വീശിയടിച്ച 97ാമത്തെയും ഒരാഴ്ചക്കിടെ 2ാമത്തെയും ചുഴലിക്കാറ്റാണ് ബുറൈവി. ഈ വർഷം ഇന്ത്യയിൽ വീശിയടിക്കുന്ന 5ാമത്തെ ചുഴലിക്കാറ്റ് കൂടിയാണ് ബുറൈവി. ഉംപൻ, നിസർഗ, ഗതി, നിവാർ എന്നിവയാണ് ഈ വർഷം ഇതിനു മുൻപ് ഇന്ത്യൻ തീരത്ത് രൂപം കൊണ്ട ചുഴലിക്കാറ്റുകൾ. എന്നിരുന്നാലും കേരളത്തിന് ആശങ്കയേക്കെത്തുന്ന ആദ്യത്തെ ചുഴലിക്കാറ്റാണ് ബുറൈവി. ബുറൈവി എന്ന പേര് എങ്ങനെ വന്നു? മാലദ്വീപാണ് ഈ പേര് നിർദ്ദേശിച്ചത്. ലോക കാലാവസ്ഥാ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ബുറൈവി എന്ന പേര് വന്നത്. ഓരോ പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾക്കും അതതിടങ്ങളിലെ രാജ്യങ്ങളാണ് പേരിടേണ്ടത്. ആരാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്? ഓരോ ദേശത്തും രൂപപ്പെടുന്നതിന് അനുസരിച്ച് ചുഴലിക്കാറ്റുകളെ സൈക്ലോൺ, ഹെറിക്കെയിൻ, ടൈഫൂൺ എന്നിങ്ങനെ വിളിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെടുന്നതിനെ ഹെറിക്കെയിൻ എന്നും പസഫിക് സമുദ്രത്തിനെ ടൈഫൂൺ എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റുകളെ സൈക്ലോൺ എന്നുമാണ് വിളിക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കാറ്റുകൾക്കാണ് ആദ്യം പേര് വിളിച്ചു തുടങ്ങിയത്. മണിക്കൂറിൽ 39 മൈലിന് മുകളിൽ ശക്തിയുള്ള കാറ്റുകൾക്കാണ് പേര് നൽകി തുടങ്ങിയത്. കാറ്റ് രൂപപ്പെടുന്ന ദിവസവുമായി ബന്ധപ്പെട്ടുള്ള പുരോഹിതന്മാരുടെ പേരുകളാണ് ആദ്യം ചുഴലിക്കാറ്റുകൾക്ക് നൽകിയിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതിൽ മാറ്റം വന്നു. 1953-ൽ US വെതർ സർവീസ് സ്ത്രീകളുടെ പേരാണ് കാറ്റുകൾക്ക് നൽകി പോന്നത്. എന്നാൽ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പിന്നീട് പുരുഷന്മാരുടെ പേരും കാറ്റുകൾക്ക് നൽകി വന്നു. 2000-ലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട കാറ്റുകൾക്ക് പേരുകൾ നൽകാനുള്ള ചർച്ചകൾ ആരംഭിച്ചത്. 2004-ൽ ഇതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. ഇന്ത്യക്ക് പുറമെ ഈ മേഖലയിലുള്ള ബംഗ്ലാദേശ്, മാലദ്വീപ്, മ്യാൻമർ, പാകിസ്ഥാൻ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് പേരുകൾ തീരുമാനിക്കുന്നത്. ആദ്യ പേര് നൽകിയത് പാകിസ്ഥാനാണ്. നിലം. ഓരോ രാജ്യങ്ങളും കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കാറുണ്ട്. അഗ്നി, ആകാശ്, ബിജ്ലി, ജൽ എന്നീ കാറ്റുകൾക്കാണ് ഇന്ത്യ പേരു നൽകിയത്. അതിതീവ്ര സ്വഭാവമുള്ള കാറ്റുകൾക്ക് നൽകുന്ന പേരുകൾ പിന്നീട് ആവർത്തിച്ച് ഉപയോഗിക്കാറില്ല. ഇനി ഒരാഴ്ചയിൽ നിങ്ങൾ അറിയേണ്ട വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.